അസ്സാം വലൈക്കും വറഹമത്തുള്ള. വെസ്റ്റേഷ്യൻ സ്റ്റഡീസ് ഈ ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് ഫലസ്തീൻ ക്വസ്റ്റ്യൻ, ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്ന വിഷയം. വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിലെയും വർത്തമാനത്തിലെയും വരും കാല ഭാവി രാഷ്ട്രീയ ഗതിവിഗതികളെയും ഏറ്റവും കൂടുതൽ നിർണായകമായി ബാധിക്കുന്ന വിഷയവും ഫലസ്തീൻ തന്നെ ആയിരിക്കും. ഫലസ്തീനിൽ ശാന്തി ഉണ്ടെങ്കിൽ മുഴുവൻ വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലും ശാന്തിയും സമാധാനവും ലഭിക്കും എന്നത് തന്നെയാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട വിഷയം. ഈ ഒരു സാഹചര്യത്തിലാണ് വെസ്റ്റേഷ്യ നോർത്ത് ആഫ്രിക്കൻ സമ്മർ സ്കൂളിൽ നമ്മൾ ഫലസ്തീൻ വിഷയം, അത് ആ വിഷയത്തോട് ചുറ്റുപാടുമുള്ള അയൽപ്പക്ക രാഷ്ട്രങ്ങളുടെ നിലപാടുകളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫലസ്തീൻ വിഷയം എന്നത് ചരിത്രപരമായി ഏറ്റവും കൂടുതൽ പ്രധാനം നിറഞ്ഞത് സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ വരമുമ്പ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ വരവിന് മുമ്പ് തന്നെ ഫലസ്തീൻ എന്നത് ചരിത്രപരമായി വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം, അതിനു മുമ്പ് ഫിലിസ്തീനരുടെയും കന്നാനിറ്റുകളുടെയും ചരിത്രം, പിന്നീട് ബനു ഇസ്രായേലികളുടെ വരവ്, അതിനുശേഷം അവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലം, ആ ഒരു നടുക്ക്, അതായത് BC-യുടെ അവസാന ഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ജനനം, അതോടുകൂടി അവിടുന്ന് രൂപപ്പെടുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വളർച്ച, ആ ഈസാ നബിയുടെ വരവോടുകൂടി യഹൂദ മതമെന്നും ക്രിസ്ത്യൻ മതമെന്നും പറയുന്ന രണ്ട് വിഭാഗങ്ങൾ രൂപപ്പെടുന്നതും, നൂറ്റാണ്ടുകൾക്കിപ്പുറം 570-കൾക്ക് ശേഷം പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഒരു വരവ്, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഫലസ്തീനിൻ്റെ വിജയം, ഈ ഘട്ടം മുതലാണ്, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമാണ് നേരിട്ട് മുസ്ലിങ്ങളുടെ ആധിപത്യത്തിലേക്ക് ഈ പ്രദേശം വരുന്നത്. അതിനുശേഷം ഇടക്കാലത്ത് ഉമവികളുടെയും അബ്ബാസികളുടെയും ചരിത്രത്തിൻ്റെ അവസാനം, പിന്നീട് കുരിശുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ആ ഭാഗങ്ങളിൽ മംലൂക്ക് ഡൈനാസ്റ്റിയും, അതിനുശേഷം സംഗി, നൂറുദ്ദീൻ സംഗി, ഇമാദുദ്ദീൻ സംഗിയുടെ ചരിത്രം, അയ്യൂബി ഡൈനാസ്റ്റിയുടെ ചരിത്രം, ആ ഒരു പശ്ചാത്തലത്തിന് ശേഷം 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ, അതായത് 1300-കളിൽ തന്നെ രൂപം കൊണ്ട ഉസ്മാനി സൽത്തനത്തിൻ്റെ ചരിത്രം, അത് പിന്നീട് അവരും വളർന്നു വരികയും ഉസ്മാനി സൽത്തനത്ത് വളർന്നു വലുതാവുകയും ഈ പ്രദേശങ്ങൾ മുഴുവൻ അവരുടെ കീഴിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം വരെയെങ്കിലും, 1918 വരെയെങ്കിലും ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ, ആ ഭാഗങ്ങളെല്ലാം ഫലസ്തീൻ എന്ന് പറയുന്ന പ്രവിശാലമായ ഒരുപാട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന, അതായത് ഇന്ന് നമ്മൾ ഷാം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഫലസ്തീൻ, ലെബനാൻ, ജോർദാൻ, സിറിയ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രേറ്റർ സിറിയ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിനാണ് ഷാം പ്രവിശ്യ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ പ്രദേശങ്ങൾ മുഴുവനും എല്ലാം ഉസ്മാനി ഖിലാഫത്തിന് കീഴിലായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ ആധുനിക ഫലസ്തീൻ്റെ ചരിത്രമായും അത് സയോണിസ്റ്റുകളുടെ വരവായും എല്ലാം നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു ഡെവലപ്മെൻറ്റിലേക്കാണ് നമ്മൾ ചർച്ച തുടക്കമിടുന്നത്. ഉസ്മാനി ഖിലാഫത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ ഈ വിഷയത്തിൽ വളരെ പ്രധാനമായും തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. അതിൽ അവസാനം വരെയും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ 1909 അദ്ദേഹത്തെ സ്ഥാനത്തിൽ നിന്ന് നീക്കുന്നത് വരെ, യുവതുർക്കികളാണ് അദ്ദേഹത്തെ സ്ഥാനത്തിൽ നിന്ന് നീക്കുന്നത്, അതുവരെയും മുഴുവൻ ഫലസ്തീനിനും വളരെ ശക്തിപൂർവം തൻ്റെ പക്കൽ ഖിലാഫത്തിൻ്റെ കീഴിൽ വളരെ ശക്തവുമായും സുഭദ്രമായും സംരക്ഷിച്ചു പോരുന്ന ഒരു ചരിത്രം ഉസ്മാനി ഖിലാഫത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സയോണിസ്റ്റുകളുടെ വരവും, തിയോഡർ ഹെർസൽ പൊളിറ്റിക്കൽ സയോണിസം രൂപീകരിക്കുകയും അദ്ദേഹം ദ ജൂവിഷ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന യഹൂദ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു രചന നിർവഹിക്കുകയും
അതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരുമായിട്ടുള്ള യഹൂദ പണ്ഡിത പുരോഹിത ധനിക രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു യഹൂദ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവരെ മുന്നിൽ സമർപ്പിക്കുകയും അതിനുശേഷം യുവതുർക്കികളുമായിട്ടുള്ള ചില അണ്ടർ ടേബിൾ ഡീലിങ്ങുകളുടെ ഫലമായിട്ടുമാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ സ്ഥാനത്യാഗത്തിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ തിയോഡർ ഹെർസൽ തന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ വന്ന് കാണുകയും സൽത്തനത്തിൽ ഫലസ്തീനിൽ ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി വേണമെന്നും യഹൂദർ അവിടെ താമസിക്കണമെന്നും പറഞ്ഞ ആവശ്യം അദ്ദേഹത്തിന് മുന്നിൽ വെക്കുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം കറക്റ്റായി അറിയുന്ന ആ ഒരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സുഭദ്രമായ ഒരു സ്പൈ ചാര സംഘടനയുടെ ശൃംഖല സൂക്ഷിച്ചിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന് തിയോഡർ ഹെർസലിൻ്റെയും സയോണിസ്റ്റ് നേതാക്കളുടെയും താല്പര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർക്ക് കൊടുത്തൊരു മറുപടി എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തായി തന്നെയാണ് കണ്ടത്. അത് ഒരു അമാനത്ത് പോലെയാണ്, അത് വീതിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. അതുമാത്രമല്ല, സയോണിസ്റ്റുകളുടെ മൂവ്മെന്റ് ശക്തമായി എന്നറിഞ്ഞതോടുകൂടി ഫലസ്തീനിൽ പുതുതായി യഹൂദ അല്ലെങ്കിൽ സയോണിസ്റ്റ് ബന്ധമുള്ള യഹൂദർക്കുള്ള എൻട്രി ആഗമനം പോലും അദ്ദേഹം നിരോധിക്കുകയും അതിനാസ്പദമായി നിയമം പോലും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഉണ്ടാക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഫലസ്തീനിലുള്ള യഹൂദരെ പരിപൂർണമായി സംരക്ഷിക്കുകയും എന്നാൽ അവർക്ക് ഇനിയുള്ള സയോണിസ്റ്റുകൾക്ക് ഭൂമി വിൽക്കുകയോ അവരുമായി ഡീലിംഗ് ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല എന്ന നിയമം പോലും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഉണ്ടാവുന്നു. ഒരു പക്ഷേ ഇത് തന്നെയാവാം, അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ ഒരു ബയോഗ്രഫിയിൽ പറയുന്നത് സയോണിസ്റ്റുകളുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെയും പ്രധാന പങ്ക് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കലിൽ ഉണ്ടെന്നാണ്. അതിനുശേഷമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് യുവതുർക്കികൾ വരികയും യുവതുർക്കികൾ ഉസ്മാനിയ ഖിലാഫത്ത് തകരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യുവതുർക്കികൾ അതിന് നേതൃത്വത്തിലേക്ക് വരുന്നത്, അതായത് അവർ അധികാരം പിടിച്ചെടുക്കുന്നത്. സാമ്പത്തികമായി ശക്തമായി തകർന്നടിഞ്ഞ ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരുടെയൊക്കെ സഹായം തേടുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു യുവതുർക്കികൾ ഉണ്ടായിരുന്നത്. സയോണിസ്റ്റുകൾ സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അവരോട് ഡീലിംഗ് ഉണ്ടാവുകയും സുൽത്താൻ അഹമ്മദ് സെക്കൻഡ് ഉണ്ടാക്കിയ പല നിയമങ്ങൾ ഇല്ലാതാവുകയും പിന്നീട് പടിപടിയായി ആ ഭാഗങ്ങളിലേക്ക് 1920കളിൽ ശക്തമായ ജൂവിഷ് മൈഗ്രേഷൻ പലായനം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ പലായനത്തിന് ആലിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണെങ്കിൽ തന്നെയും അതായിരുന്നു ഒരു തുടക്കം. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഖിലാഫത്ത് തകർന്നടിയുന്നു, വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്റ്റേറ്റുകൾ രൂപപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി ഫലസ്തീനിനുള്ളിൽ തന്നെ സ്ട്രഗിൾ രൂപപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മൾ വിശദമായി ഫലസ്തീൻ സ്ട്രഗിളിനെ കുറിച്ച് ഒരു പ്രത്യേക സെഷൻ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എന്നാൽ പോലും ഖിലാഫത്തിന്റെ തകർച്ച വിവിധ രാഷ്ട്രങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫലസ്തീൻ സ്വതന്ത്രമായി തന്നെ ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസ്സാമിൻ്റെയൊക്കെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ നേതൃത്വത്തിലും പോരാട്ടങ്ങൾ തുടക്കമിടുന്നു. എന്നാൽ 1935 അദ്ദേഹത്തെ വധിക്കുന്നു. ശേഷം പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി 1948 അവർ സ്റ്റേറ്റ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ചരിത്രമാണ് ഖിലാഫത്തിൻ്റെ നിന്ന് തകർച്ചയിൽ നിന്ന് ഈ സ്റ്റേറ്റിൻ്റെ, അതായത് ഇസ്രായേൽ സ്റ്റേറ്റിൻ്റെ, സയോണിസ്റ്റ് സ്റ്റേറ്റിൻ്റെ രൂപീകരണത്തിലേക്കും എത്തുന്നത്. ഈ ഒരു വളർച്ച നമ്മൾ പറയാതെ ഈ ഒരു വിഷയത്തിലേക്ക് വിവിധ രാഷ്ട്രങ്ങളുടെ വൈദേശിക നയങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുകയില്ല. ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ ആദ്യമായി പരാമർശിക്കേണ്ടത് സൗദി അറേബ്യയെ തന്നെയാണ്. സൗദി അറേബ്യ എക്കാലവും പ്രോ ഫലസ്തീനി നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രം തന്നെയാണ്. അവർ അവരുടെ ചരിത്രത്തിൽ തന്നെ ആ ഒരു രൂപീകരണ പശ്ചാത്തലത്തിൽ തന്നെ കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദ് അവരുടെ സയോണിസ്റ്റുകളുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും ഫലസ്തീനി പ്രദേശത്തേക്കുള്ള അവരുടെ ഇൻവേഷനെ ശക്തമായ ഭാഷയിൽ എതിർക്കുകയും ഒരു തരത്തിലുമുള്ള സപ്പോർട്ട് അവർക്ക് നൽകാതിരിക്കുകയും ശക്തമായ വിമർശനം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അറബ് ലീഗിൻ്റെയൊക്കെ രൂപീകരണം പോലും ഫലസ്തീൻ പ്രദേശത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനായിരുന്നു. അത് ആ മേഖലയിലേക്ക് സൗദി അറേബ്യയ്ക്ക് നല്ല റോളുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല 1949 ഇസ്രായേലിനെതിരെ തുടങ്ങിയ അറബ് യുദ്ധങ്ങൾക്ക് സൗദി അറേബ്യ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത് നമുക്ക് കാണാമായിരുന്നു. അതുമാത്രമല്ല പിന്നീട് കിങ് ഫൈസലിൻ്റെയൊക്കെ കാലത്ത് 1973 അറബ് ഭാഗത്ത് മുഴുവനുമായും എക്കണോമിക് ബൂം ഉണ്ടാവുന്നു. അതായത് ഓയിൽ കണ്ടെടുത്തൽ ഉണ്ടാവുകയും അതിനുശേഷം സൗദി അറേബ്യ തന്നെ ആ ഓയിലിനെ ഉപയോഗിച്ചുകൊണ്ട്
ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു നയനീക്കം തന്നെ, ഒരു പടനീക്കം തന്നെ ആയിരുന്നു കിങ് ഫൈസൽ രാജാവ് നടത്തിയത്. ഇസ്രായേലിനെ ആരൊക്കെ സഹായിക്കുന്നു അവർക്കൊക്കെയും ഓയിൽ എംബാർഗോ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അതുമാത്രമല്ല, സൗദി അറേബ്യയിൽ അവരുടെ തന്നെ നേതൃത്വം രൂപീകരിച്ച ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് എന്ന് പറയുന്ന OIC എന്ന് പറയുന്ന ആ സംഘടന, അതുപോലും ഫലസ്തീനി വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സൗദി അറേബ്യ രൂപപ്പെടുത്തിയ സംഘടനയാണ്. ചരിത്രത്തിൽ അതാണ് അതിൻ്റെ പിൻബലമുള്ളത്. അതായത് മസ്ജിദുൽ അഖ്സയിൽ അവർ സയോണിസ്റ്റുകൾ മറ്റു പല തീവ്രവാദികളുടെ സഹായത്തോടു കൂടി അവിടുത്തെ മിമ്പറുകളും മറ്റും തീ കത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഫലസ്തീനിൻ്റെ പവിത്രത, പ്രദേശത്തിൻ്റെ പവിത്രത, അവിടുത്തെ സെക്യൂരിറ്റി, ജനങ്ങളുടെ സേഫ്റ്റിയൊക്കെ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു രൂപീകരണം പോലും സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഈ കാര്യം പറയുമ്പോൾ മുമ്പ് സാധാരണ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കിങ് അബ്ദുൽ അസീസ്. അതായത് സലഫികൾക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ബന്ധമുണ്ട്, ബ്രിട്ടീഷ് സാമ്രാജ്യമാണല്ലോ ഇസ്രായേൽ സ്റ്റേറ്റിന്റെ രൂപീകരണത്തിന് കാരണമാവുന്നത്, അപ്പോൾ അത് പരോക്ഷമായി സയോണിസ്റ്റ് സ്റ്റേറ്റിനെ സഹായിക്കുന്ന ഒരു രീതിയായിരുന്നു കിങ് അബ്ദുൽ അസീസിന് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്ന ചില തെറ്റിദ്ധാരണകളും മുൻവിധികളും നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അത് വളരെ തെറ്റായ കാഴ്ചപ്പാട് തന്നെയാണ്. ഒരു പക്ഷേ കിങ് അബ്ദുൽ അസീസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സഹായം തേടിക്കൊണ്ട് അവരുടേതായ രാഷ്ട്ര രൂപീകരണത്തിനും അതുപോലെ അവരുടെ എതിരാളികളായ പല ആൾക്കാരെയും, അന്ന് എതിരാളികളായ ആരൊക്കെയുണ്ടോ അവരൊക്കെ എതിർക്കുവാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സഹായം തേടുകയാണ് ചെയ്തത്. അതൊരു പരസ്പരമുള്ള ഒരു ബന്ധമായിരുന്നു. പക്ഷേ ഈ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യമായിട്ടുള്ള സഹകരണം ഉള്ളപ്പോൾ തന്നെയും ഒരു തരത്തിലും സയോണിസ്റ്റുകളുമായിട്ട് ഒരു നീക്കുപോക്കിന് പോലും കിങ് അബ്ദുൽ അസീസ് തയ്യാറായിരുന്നില്ല എന്നതാണ് ചരിത്രം. പക്ഷെ നമുക്ക് പിന്നീട് ഇപ്പോൾ സമകാലിക ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ സൗദി അറേബ്യയുടെ നിലപാടുകൾ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാം. ഇസ്രായേലുമായി രൂപപ്പെടുത്തിയിരുന്ന 2017 ശേഷം അവർ കെട്ടിപ്പടുത്തിയ അബ്രഹാം അക്കോർഡ്സ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന കരാറിൽ പിന്നാമ്പുറങ്ങളിൽ സൗദി അറേബ്യ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹമാസിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിൽ ഇസ്രായേലിനെതിരെ നടത്തിയ ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 ആ അറ്റാക്കിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെയും സൗദി അറേബ്യ ഇസ്രായേലുമായി നോർമലൈസേഷൻ പ്രോസസ്സിൽ ഒപ്പിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നതും പോലും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും സൗദി അറേബ്യയുടെ രീതി അവരുടെ സലഫി പണ്ഡിതന്മാർ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ സയോണിസ്റ്റ് ഇസ്രായേൽ വിരുദ്ധ നിലപാട് പ്രഖ്യാപിക്കുകയും ലിറ്ററേച്ചറിൽ ഉണ്ടാവുകയും അതേസമയം തന്നെ ഭരണ മേഖലകളിൽ ഒരു തരത്തിലുള്ള ഒരു സോഫ്റ്റായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ നോക്കുക, ഒരു കാലങ്ങളിൽ ഇസ്രായേലുമായി ബന്ധമുണ്ടായിരുന്ന പല രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുത്തിരുന്ന സൗദി അറേബ്യ, അതേ സൗദി അറേബ്യയുടെ സപ്പോർട്ടിലുള്ള നേതൃത്വത്തിലുള്ള GCCയുടെ കീഴിലുള്ള UAE, ഒമാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ, ബഹ്റൈൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സൗദി അറേബ്യ മാറുന്നു. പക്ഷേ ഒക്ടോബർ 7 ഈ അൽ-അഖ്സ എന്ന് ഈ പറയുന്ന അവരുടെ ഓപ്പറേഷൻ സംഭവിക്കുന്നതോടുകൂടി, തൂഫാൻ അൽ-അഖ്സ സംഭവിക്കുന്നതോടുകൂടി സൗദി അറേബ്യ നേരെ പ്ലേറ്റ് മാറ്റുകയും അവർ ശക്തമായ ഫലസ്തീൻ അനുകൂലമായ നിലപാട് എടുക്കുകയും ഇപ്പോഴും എല്ലാ അറബ് രാഷ്ട്രങ്ങളെയും OIC ആവട്ടെ, അറബ് ലീഗ് ആവട്ടെ, എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഫലസ്തീനി വിഷയങ്ങളിലേക്ക് ശക്തമായ ഒരു അടുപ്പം നിലപാട് കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. എന്നാൽ പോലും പ്രാദേശിക നിരീക്ഷകന്മാരുടെ ചില കാഴ്ചപ്പാടുകളിൽ ഇത് സൗദി അറേബ്യ ഇവരുടെ നീക്കങ്ങൾ ഇപ്പോൾ വെക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരിക്കലും ഇസ്രായേലുമായിട്ടുള്ള അണ്ടർ ടേബിൾ റിലേഷൻസിന് കുറവ് വരുത്തുകയില്ല. ഭാവിയിൽ അവരുമായി മിക്കവാറും റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാം. ഇതൊക്കെ നിരീക്ഷണങ്ങളാണെങ്കിലും സൗദി അറേബ്യയുടെ പ്രഖ്യാപിത നിലപാട് പ്രോ ഫലസ്തീനാണ് എന്ന് തന്നെ നമ്മൾ പറയണം. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രം അത് ഈജിപ്റ്റാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഈജിപ്തിൽ സംഭവിക്കുന്നു അതൊക്കെ ഫലസ്തീനിൽ അത് എഫക്റ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഫലസ്തീനിൽ സംഭവിക്കുന്നു അതൊക്കെ ഈജിപ്തിലും അത് എഫക്റ്റ് ഉണ്ടാവുന്നു എന്നതാണ് ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. കാരണം റഫ ബോർഡറിലൂടെയാണ് ഈജിപ്തിലെ ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ ഭാഗത്തേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ
നമുക്കറിയാം ഈജിപ്തിൽ സംഭവിക്കുന്നത് അത് ഗസയിലും അല്ലെങ്കിൽ ഫലസ്തീനിലും സംഭവിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. 1949 അറബ് വാർ തുടങ്ങുമ്പോൾ അതിനുശേഷമുള്ള ഏകദേശം 1980 അടുത്ത് വരെയെങ്കിലും അറബ് യുദ്ധത്തിനെതിരെയും ആന്റി ഇസ്രായേൽ നിലപാടുകൾക്കും ശക്തമായ നേതൃനിരയിൽ ഉണ്ടായിരുന്നത് ഈജിപ്റ്റ് തന്നെയായിരുന്നു. അതായത് ജമാൽ നാസറിന്റെ നേതൃത്വത്തിൽ ഒരു നാസറിസം എന്ന് പറയുന്ന ശക്തമായ ഒരു സംവിധാനം ഉണ്ടാവുകയും ഒരു സോഷ്യലിസ്റ്റ് ചായ്വുണ്ടായിരുന്ന അദ്ദേഹം ചേരിചേരായ നയങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നെഹ്റുവുമായിട്ടുള്ള ബന്ധമുണ്ടാക്കുകയും അങ്ങനെ അമേരിക്കൻ വിരുദ്ധമായ മറ്റൊരു ഇൻഡിപെൻഡൻ്റായ ഒരു ചേരി രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലേക്ക് എത്തുകയും ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും അണിചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ അതിനുശേഷം നാസർ 1970 മരണപ്പെടുന്നു. പിന്നെ അൻവർ സാദാത്ത് അധികാരത്തിലേറുന്നു. അൻവർ സാദാത്തും 73 യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ ഏതൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ടോ അതിലൊക്കെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ചരിത്രം. കാരണം സ്വാഭാവികമായും യൂറോപ്യൻ ശക്തികളുടെയും അമേരിക്കയുടെയും ഒക്കെ പിൻബലം ഇസ്രായേലിനുള്ളത് കൊണ്ട് ഈ യുദ്ധങ്ങളൊക്കെ പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ 80 അൻവർ സാദാത്ത് 79 പശ്ചാത്തലത്തിൽ അൻവർ സാദാത്ത് ക്യാമ്പ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു അക്കോർഡ്സിൽ ഇസ്രായേലുമായി ഒപ്പിടുന്നു. അതോടുകൂടി ഈ നീണ്ട പതിറ്റാണ്ടുകൾ 1949 മുതൽ 79 വരെ നീണ്ടു നിന്നിരുന്ന അറബ് യുദ്ധത്തിന് നേതൃത്വത്തിലുണ്ടായിരുന്ന ഈജിപ്റ്റ് സറണ്ടർ ചെയ്യുകയും ഇസ്രായേലുമായി സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിച്ചേരുന്നത് നമുക്ക് കാണാം. ഈ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ അറബ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദ്വയത്തെ ആ ഒരു സ്ട്രഗിളിനെ പരാജയപ്പെടുത്തുന്നതായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ പോലും നമ്മൾക്ക് സ്വതന്ത്രമായി തന്നെ സംസാരിക്കേണ്ട വിഷയമാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന 1928 ഈജിപ്തിൽ സ്ഥാപിക്കപ്പെട്ട ഷെയ്ഖ് ഹസൻ ബന്നയാൽ സ്ഥാപിക്കപ്പെട്ട ആ സംഘടനയുടെ ഒരു ശക്തിയും അവരുടെ ഫലസ്തീൻ വിഷയത്തിലുള്ള ഇടപെടലുകളും സ്വതന്ത്രമായി പഠിക്കേണ്ട വിഷയമാണ്. എന്നാൽ പോലും ഈ പറയുന്ന നേതാക്കൾ, അതായത് ജമാൽ നാസർ മരണപ്പെടുന്നു, അദ്ദേഹം പരാജിതനായി മരണപ്പെടുന്നു. പിന്നീട് അൻവർ സാദാത്ത് 79 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സിൽ ഒപ്പിടുന്നു. എന്നാൽ 80 അദ്ദേഹത്തെ ഒരു സൈനിക പരേഡിനിടയിൽ അദ്ദേഹത്തെ വധിക്കുന്നു. പിന്നീട് ഹുസ്നി മുബാറക്ക് അധികാരത്തിലേറുന്നു. ഹുസ്നി മുബാറക്കിനെ അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിൽ 2011 ആ സമയത്തോടു കൂടി അദ്ദേഹത്തെ അധികാരത്തിൽ നീക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലെല്ലാം ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ തീരുമാനങ്ങളോട് അടിയറവ് വെക്കുന്ന നിലപാടായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട മുസ്ലിം ബ്രദർഹുഡ് ശക്തമായ ഒരു ഫലസ്തീനി അനുകൂല നിലപാട് ഉണ്ടാക്കുകയും 1949 തന്നെ ഇസ്രായേൽ വിരുദ്ധ യുദ്ധത്തിൽ 10,000-ഓളം മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാർ, അനുയായികൾ പോലും പങ്കെടുക്കുന്ന ചരിത്രം പോലും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പാരലായ ഒരു പവർ അവിടെ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ത്രെട്ട്, ഭീഷണി ആയതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ ഭരണാധികാരികൾ ഈ മുസ്ലിം ബ്രദർഹുഡിനെ ബാൻ ചെയ്യാനും നിരോധിക്കാനും അവരുടെ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാനും ഒരു കാരണമാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, അറബ് സ്പ്രിംഗ് ഉണ്ടാവുന്നു, അവിടെ മാറ്റം ഉണ്ടാവുന്നു. അതിനൊക്കെ വേറെ പലതരം കാരണങ്ങളുണ്ട്. ഈ മാറ്റങ്ങളിൽ ആദ്യമായി തന്നെ പ്രധാനമായും എഫക്റ്റ് ഉണ്ടാവുന്നത് ഫലസ്തീനി വിഷയത്തിലാണ്. മുഹമ്മദ് മുർസി അധികാരത്തിലേറുന്നതോടുകൂടി ആദ്യമായി അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത് ഗസൻ ഫലസ്തീനി പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടി ഈജിപ്തിൽ ഉണ്ടായിരുന്ന മുൻകാല ഭരണകൂടങ്ങളുടെ അനുയായികളുടെ സാന്നിധ്യം ഈ ഫോറിൻ ഫണ്ടും മറ്റും സഹായം ഉപയോഗിച്ചുകൊണ്ട് കൗണ്ടർ റവല്യൂഷൻ ഉണ്ടാക്കുകയും മുർസിയെ തന്നെ ഇല്ലാതാവുന്നതിനും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ അത് ഈ ഒരു വിഷയമാണ്. അതായത് ഫലസ്തീനി വിഷയം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യൻ രാഷ്ട്രമല്ല, അത് നോർത്ത് ആഫ്രിക്കൻ സ്റ്റേറ്റ് ആണ്. തുനീഷ്യ, അൾജീരിയ, മൊറോക്കോ അടക്കമുള്ള മറ്റുള്ള നോർത്ത് ആഫ്രിക്കൻ സ്റ്റേറ്റുകളും ഫലസ്തീനി അനുകൂല നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവരുടേതായ ഒരു അനുകൂല നിലപാട്, പ്രഖ്യാപിതമായ അനുകൂല നിലപാടാണെങ്കിൽ പോലും
പലപ്പോഴും ഇപ്പോൾ സമകാലിക രാഷ്ട്രീയത്തിൽ വലിയ റോൾ അവർക്ക് വഹിക്കാൻ കഴിയുന്നില്ല. തുനീഷ്യയിലൊക്കെയും അന്നഹ്ള പാർട്ടിയുടെയൊക്കെ സാന്നിധ്യമുണ്ട്. അതായത് ഇഖ്വാൻ മുസ്ലിമിൻ്റെ തുനീഷ്യൻ വെർഷനായ അന്നഹ്ള പാർട്ടി, റാഷിൽ ഖന്നൂഷിയുടെ നേതൃത്വത്തിലുള്ള ആ പാർട്ടിയുടെയൊക്കെയും ആൻറ്റി ഫലസ്തീൻ, ആൻറ്റി ഇസ്രായേൽ നിലപാടുകൾ അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ മുഴുവൻ ഫലസ്തീൻ അനുകൂലമാണെങ്കിൽ പോലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഭരണകൂടങ്ങളുടെ മാറ്റങ്ങൾ പലപ്പോഴും അത് ഇസ്രായേൽ വിരുദ്ധത അല്ലെങ്കിൽ പോലും അനുകൂലമായ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു തരത്തിലേക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തേക്കുമുള്ള ഒരു പ്രധാന ചേഞ്ച് നമുക്ക് ഈ കാലങ്ങളിൽ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ് ഇറാൻ. ഇറാൻ്റെ ഒരു ചരിത്രം പഹ്ലവി ഡൈനാസ്റ്റിയുടെ ചരിത്രമാണ്. 1926 മുതൽ 1979 വരെ ഇറാനിൽ ഭരിച്ച അവസാനത്തെ ഒരു ഡൈനാസ്റ്റിയാണ് പഹ്ലവി. റിസാ ഷാ പഹ്ലവി ആയിരുന്നു അവസാനത്തെ പഹ്ലവി ഭരണകർത്താവ്. അദ്ദേഹം തീർച്ചയായും അമേരിക്കൻ അടിമ തന്നെയായിരുന്നു എന്ന തരത്തിലാണ് ഇറാനി ജനത അദ്ദേഹത്തെ കണ്ടത്. അമേരിക്കൻ അനുവാദത്തോടു കൂടി മാത്രമേ ഇറാനിലുള്ള നീക്കുപോക്കുകൾ അദ്ദേഹം ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഇസ്രായേലി അനുകൂല നിലപാട് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായ ചില നിരീക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇറാനിൽ ഉണ്ടായിരുന്ന 1979 സംഭവിച്ച ആ ഒരു മാറ്റം, റവല്യൂഷൻ, അവിടുത്തെ പണ്ഡിതന്മാരുടെയും ബുദ്ധിജീവികളുടെയും സപ്പോർട്ടോടു കൂടിയും നേതൃത്വത്തിനും കൂടി ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അലി ശരിയത്തിയുടെ ബൗദ്ധിക സംഭാവനകൾ, മുർത്തസ മുത്തഹരിയുടെ ഐഡിയോളജിക്കൽ ഡിസ്കോഴ്സുകൾ, ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയുടെ ആത്മീയ രാഷ്ട്രീയ നേതൃത്വം, അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മറ്റു പല നേതാക്കന്മാരുടെയും പിന്തുണയോട് കൂടിയിട്ടാണ് രക്തരഹിതമായ വിപ്ലവം ഉണ്ടാക്കുവാൻ ഈ ഇറാനിൽ ഇവർക്ക് കഴിഞ്ഞത്. ആ വിപ്ലവത്തിനിടയിൽ ഇറാൻ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ വളരെ കൗതുകരമായിരുന്നു. ഷെയ്ത്താനുൽ അക്ബർ എന്നായിരുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും ഇവർ വിളിച്ചിരുന്നത് തന്നെ. അതുമാത്രമല്ല, ലാ റഅ്സുമാലിയ വലാ ഷുഈയ ഇസ്ലാമിയ ഇസ്ലാം എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. ക്യാപിറ്റലിസവുമല്ല കമ്മ്യൂണിസവുമല്ല, ഇസ്ലാം ആയിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പം ഈ ഒരു മുദ്രാവാക്യം അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളും പച്ചയായി പ്രഖ്യാപിക്കുകയും കമ്മ്യൂണിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് നിലപാടിനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആധുനിക ഇറാൻ സ്റ്റേറ്റിൻ്റെ രൂപീകരണം സംഭവിക്കുന്നത്. അതോടുകൂടി പിന്നെ സംഭവിക്കുന്നത്, ഇസ്രായേൽ വിരുദ്ധ നിലപാടുണ്ടായിരുന്ന ഇറാനിനെ അമേരിക്ക ഈ വെസ്റ്റ് ഏഷ്യൻ ഭാഗത്ത് അവരെ സമാധാനപൂർവ്വം ജീവിക്കാൻ അനുവദിച്ചില്ല. അതുകൊണ്ടായിരുന്നു 1980 മുതൽ 88 വരെ നീണ്ടുനിന്ന സദ്ദാം ഹുസൈനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇറാഖ് യുദ്ധം തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നത്. 8 വർഷം നീണ്ടുനിന്ന യുദ്ധം പക്ഷേ രണ്ട് രാഷ്ട്രങ്ങളെ തകർത്തെങ്കിലും പോലും എന്നാലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും ഇസ്രായേലി താല്പര്യങ്ങൾക്കിൻ്റെ മുമ്പിലും ഇറാൻ തലകുനിച്ചില്ല എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള ആരൊക്കെയുണ്ടോ അവരുടെ സപ്പോർട്ട് പിന്തുണയും നേടുകയും അവർക്കെതിരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചൈനയുമായും റഷ്യയുമായും ഒക്കെ ഇറാന് നല്ല ബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തുർക്കിയുമായും ഖത്തറുമായും ഇറാന് ബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയുമായും ബഷാറുൽ അസദിനുമായും പോലും ഇറാന് ബന്ധമുണ്ടായിരുന്നത്. ബഷാറുൽ അസദ് അലവി ആയതുകൊണ്ടാണ്, താഴെ ബ്രാഞ്ചിലുള്ള അലവി ആയതുകൊണ്ടാണ് ബന്ധം എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അത് ഒരു ചെറിയൊരു ഡൈമെൻഷൻ മാത്രമാണെങ്കിലും ഇസ്രായേൽ വിരുദ്ധനായ ബഷാറുൽ അസദിനെ സഹായിക്കുക എന്നതായിരുന്നു ഇറാൻ സിറിയൻ വിഷയത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള അവരുടെ ബന്ധം ഉണ്ടായിരുന്നത്. കാരണം ഇസ്രായേൽ 1982 ലെബനാനിൽ അറ്റാക്ക് ചെയ്യുകയും ഷബറ ഷാത്തില എന്ന് പറയുന്ന 2 ഗ്രാമങ്ങളിൽ കയറി 3000-ലധികം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെയുമായിട്ടുള്ള ഒരു ടൈപ്പ്, അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ നിൽക്കുന്ന റഷ്യൻ ചൈനയുമായിട്ടുള്ള സഹകരണം, അത് പരോക്ഷമായി ഇസ്രായേലിനെ ബാധിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും.
തുർക്കി അമേരിക്കൻ സാന്നിധ്യത്തെ തുർക്കി ഇഷ്ടപ്പെടുന്നില്ല. ഇസ്രായേലുമായും തുർക്കി നിലപാടായതുകൊണ്ട് ഇസ്രായേൽ ഇറാൻ തുർക്കിയുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നത് നമുക്ക് ഈ വിഷയത്തിൽ ബന്ധം സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അമേരിക്കൻ ഇസ്രായേലി സിൽബന്ധികളായ GCC രാഷ്ട്രങ്ങളിൽ നിന്ന് എതിർത്ത് നിൽക്കുന്ന ഖത്തറിനോട് ആ ഒരു വിഷയത്തിൽ ഇറാൻ സഹായം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ അമേരിക്കൻ ഇസ്രായേലി വിരുദ്ധ ചേരിയിൽ ഉള്ളവരെ അവർ ഉപയോഗിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഹൂസികളെ, യമനിലെ ഹൂസികളുമായിട്ടുള്ള അവരുടെ ബന്ധം പോലും ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ പുറകിലാണ്. എന്നാലും നമുക്ക് വളരെ സങ്കീർണമായ രാഷ്ട്രീയമാണ് സിറിയൻ വിഷയത്തിലുള്ളത്. നമ്മളത് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നതായിരിക്കും. അടുത്ത GCCയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അറബ് രാഷ്ട്രങ്ങളും 1949 മുതൽ ഇസ്രായേലി വിരുദ്ധ പോരാട്ടങ്ങളിൽ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ ശത്രുതയിൽ നിന്ന് പിന്നെ അവർ മിത്രങ്ങളായി മാറുന്ന ഒരു ചരിത്രമാണ് നമ്മൾക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഒരു പക്ഷേ കച്ചവട താല്പര്യങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ള അവരുടെ ഈ ഒരു ഇടപെടലുകൾ വളരെ വിമർശനാത്മകമായി തന്നെ ലോകം കാണുന്ന ഒരു വിഷയമാണ്. അബ്രഹാം അക്കോർഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന 2017 ശേഷം 20 വരെ നീണ്ടു നിന്ന ആ ചർച്ചയുടെ ഭാഗമായി രൂപപ്പെട്ട അബ്രഹാം അക്കോർഡ്സിൽ UAEയും ബഹ്റൈനും ഒമാനും ഒപ്പിടുന്നതോടുകൂടി അതുവരെ GCC രാഷ്ട്രങ്ങൾ പൊതുവെ സ്വീകരിച്ചിരുന്ന നിലപാടിന് വ്യത്യസ്തമായൊരു നിലപാടാണ് അവർ കൈക്കൊള്ളാൻ തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും അനക്സേഷൻ നിർത്തിവെക്കണമെന്നും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു കരാറിലാണ് ഒപ്പിടുന്നത്. എന്നാൽ ഒപ്പിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചത് ഞങ്ങൾ അനക്സേഷൻ നിർത്താൻ പോകുന്നില്ല എന്നതായിരുന്നു. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ പോലും ആ കരാറിൻ്റെ ലംഘനമാണ്. പക്ഷെ എന്നാൽ പോലും UAEക്കോ ഒമാനോ അല്ലെങ്കിൽ ബഹ്റൈനോ ഈ ഒരു വിഷയത്തിൽ യാതൊരു നിലപാടും ഉണ്ടാവുന്നില്ല. കാരണം അവരവരുടെ കച്ചവടങ്ങൾ മാത്രം പ്രധാനമായി മാറുന്നു എന്നതും കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതേ പശ്ചാത്തലത്തിൽ അതേ GCC രാഷ്ട്രങ്ങളുടെ നടുവിലുള്ള ഖത്തർ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം ഈ ഇസ്രായേലി അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ഇവരുടെ ക്രൂരതകൾ പുറത്തു കൊണ്ടുവരുന്ന അൽ ജസീറ ചാനലുകളെയും നിലനിർത്തുകയും ഇസ്രായേലി അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിനെയും അതിനെ ഒരു ഐഡിയോളജിക്കൽ പണ്ഡിത നേതൃത്വമുണ്ടായിരുന്ന യൂസുഫ് കർവാവിയെയും ഫലസ്തീനി പോരാട്ട സംഘടനകളെ സഹായിക്കുന്ന വിഷയത്തിലുമെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കൻ ഇസ്രായേലി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ മറ്റുള്ള GCC രാഷ്ട്രങ്ങൾ ഖത്തറിനെതിരെ 2017 ഉപരോധം നടത്തുക പോലും ഉണ്ടായി. ഈ കരാറുകൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ പരിഗണിക്കുകയും അൽ ജസീറ പൂട്ടുകയും തുർക്കിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയും ഹമാസിനെ പോലുള്ള പോരാട്ട സംഘടനകളെ ബാൻ ചെയ്യുകയോ അവരെ സഹകരിക്കാതിരിക്കുകയും ചെയ്യുക, യൂസുഫ് കർലാവിനെ പുറത്താക്കുക, മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധം ഇല്ലാതാക്കുക എന്ന് പറയുന്ന താല്പര്യങ്ങൾ നിങ്ങൾ പാലിക്കാത്തടത്തോളം കാലം ഞങ്ങൾ ഉപരോധം നിർവഹിക്കുമെന്നായിരുന്നു സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഖത്തർ അത് ഉൾക്കൊള്ളാതിരിക്കുകയും ആ ഫലമായി തന്നെ നമുക്ക് കാണാം ആരാണ് പശ്ചാത്തലത്തിൽ സുഹൃത്തുക്കളായി വരുന്നത്. ആദ്യം തന്നെ ഖത്തറിനെ സഹായിക്കാൻ വരുന്നത് തുർക്കിയും പിന്നീട് ഇറാനുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ തുർക്കിയോടും ഖത്തറിനോടും ഇറാനിനോടും തുർക്കിയോടും ഖത്തർ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ 2020 ശേഷം ഈ 2 വർഷം മുമ്പ് തന്നെ ഈ പറയുന്ന ഉപരോധം അവർ തന്നെ പിൻവലിക്കുകയും അവർ തന്നെ ഖത്തറുമായി തന്നെ ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയി. അപ്പോൾ GCC നിലപാടുകൾക്ക് ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ഫലസ്തീനി വിഷയത്തിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഷാം എന്ന് വിളിക്കപ്പെടുന്ന, നേരത്തെ പറഞ്ഞത് ഗ്രേറ്റർ സിറിയ എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗത്തിൽ ലബനാൻ, ജോർദാൻ, സിറിയ എന്നീ പറയുന്ന പ്രധാനപ്പെട്ട 3 രാഷ്ട്രങ്ങൾ വേറെയുണ്ട്. ഞാൻ PA എന്ന് ഉൾക്കൊള്ളിച്ചത് ഫലസ്തീൻ അതോറിറ്റിയാണ്. കാരണം ഫലസ്തീൻ ഇന്നത് 2 ഭാഗങ്ങളായി തിരിഞ്ഞതുകൊണ്ട്, ഒന്ന് വെസ്റ്റ് ബാങ്ക് PA എന്ന് പറയുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ ഫത്തഹിൻ്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റിയാണ് അതവിടെ ഭരിക്കുന്നത്. മറ്റൊന്നത് ഗസ ഹമാസിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് PA എന്ന് മാത്രം ഞാൻ കൊടുത്തത്. ലബനാനും ലബനാൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഹിസ്ബുള്ള ഒരു സമാന്തര ഭരണകൂടം എന്ന പോലെ അവിടെ ഉള്ളതുകൊണ്ട്, അതുമാത്രമല്ല ഇസ്രായേലിൻ്റെ നേരിട്ടുള്ള അറ്റാക്കുകൾ പല ഘട്ടങ്ങളിൽ ലബനാനിൽ സംഭവിച്ചതുകൊണ്ടും ഹിസ്ബുള്ളയുടെ സാന്നിധ്യം അത് നിർണായകമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ലബനാനിലെ
പൊതുവായ ഭരണകൂടം ഹിസ്ബുള്ളയെ തള്ളിക്കളയാൻ പറ്റാത്ത വിധം ഒരു അവസ്ഥയിലാണ് ലബനീസ് ഭരണകൂടം തന്നെ ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, ലബനീസ് ഭരണഘടനയിലും ഭരണകൂടത്തിലും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ പോലും ഹിസ്ബുള്ളയ്ക്ക് നല്ല റോളുള്ളത് കൊണ്ട് ലബനാൻ ഒരു നല്ലൊരു ഇസ്രായേൽ വിരുദ്ധ ചേരി തന്നെ രൂപീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജോർദാന്റെയും അവസ്ഥ ഈ പലവിധ യുദ്ധങ്ങളിലൂടെ ജോർദാന്റെ പല ഭാഗങ്ങൾ ഇവർ പിടിച്ചെടുത്തത് കൊണ്ട് ജോർദാൻ പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ കൂടെ തന്നെ അവരുമായി ട്രൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ ജോർദാനിൽ തന്നെ അവിടെ ഇസ്രായേലി വിരുദ്ധ നിലപാടുകൾ ശക്തമായി ഉയർത്തിക്കാട്ടുന്ന മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചു കൊണ്ട് പോലും ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജോർദാൻ മാറുന്ന സാഹചര്യം കാണാം. സിറിയയുടെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട്. അതായത് സിറിയയിൽ അവിടെ നാസറിന്റെ കാലം മുതൽ 1979-80 വരെയുള്ള പോരാട്ടങ്ങളിൽ ഈജിപ്തിൻ്റെ ഒപ്പം തന്നെ സിറിയ നേതൃത്വത്തിലുണ്ടായിരുന്നു. പിന്നീട് അവിടെ സോഷ്യലിസ്റ്റ് ബാസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഹാഫിദുൽ അസദും മകൻ ബഷാർ അൽ അസദും യഥാർത്ഥത്തിൽ ഇസ്രായേലി വിരുദ്ധർ തന്നെ ആയിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ചില രേഖകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതായത് ഇപ്പോൾ അഹമ്മദ് ഷറാ അൽ ജൂലാനി അധികാരം പിടിച്ചെടുക്കുകയും അവരുടെ ചില രേഖകൾ തപ്പിപ്പോൾ കാണുവാൻ കഴിയുന്ന ഇസ്രായേലുമായി തന്നെ പലവിധ അണ്ടർ ടേബിൾ ഡീലുകൾ ബഷാർ അൽ അസദ് തന്നെ ഉണ്ടായിരുന്നതായും ചില രേഖകൾ പുറത്തു വന്നത് കാണാം. എന്നാൽ പോലും പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ പ്രത്യക്ഷമായി എടുത്ത ഒരാളും കൂടിയിട്ടായിരുന്നു സിറിയ. ആ സിറിയയിലെ പലവിധ അറ്റാക്കുകൾ നടക്കുന്നത് കൊണ്ട് സിറിയയിൽ എന്തൊക്കെ സംഭവിക്കുന്നോ ആ സംഭവ വികാസങ്ങളിൽ ഹിസ്ബുള്ള ബഷാർ അൽ അസദിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. കാരണം ഹിസ്ബുള്ള കണ്ട ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, സിറിയയിൽ ബഷാർ അൽ അസദിന് ആപത്ത് വന്നാൽ അവിടെ ഇസ്രായേലിനാണ് നേട്ടമുണ്ടാവുക എന്നാണ് ഹിസ്ബുള്ള കണ്ടത്. ഇപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സിറിയയിൽ അവിടെ മനുഷ്യാവകാശ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അടിച്ചമർത്തുവാൻ ഹിസ്ബുള്ള സിറിയൻ ഭരണാധികാരിയായ ബഷാർ അൽ അസദിനെ സഹായിക്കാനും പോലും പോയത്. ഇപ്പോൾ ആ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ, ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടപ്പോൾ റജബ് തയ്യിബ് എർദോഗാൻ അതിനെ അപലപിച്ചുകൊണ്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പ്രസ്താവന ഇറക്കി. എന്നാൽ ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടപ്പോൾ ഹസൻ നസ്രുള്ളയുടെ പേര് പറയാതെ തുർക്കി പ്രസ്താവന ഇറക്കിയത് ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. കാരണം സിറിയയിൽ എന്തൊക്കെ വിഷയങ്ങൾ ബാധിക്കുന്നോ അതൊക്കെ തുർക്കിയിലും എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബഷാർ അൽ അസദിൻ്റെ ഏകാധിപത്യ ഭരണ നിലപാടുകൾ കാരണവും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ISS അടക്കമുള്ള നിഗൂഢ സംഘടനകളുടെ സാന്നിധ്യം കാരണവും ഏകദേശം 3 മില്യൺ സിറിയൻ സ്വദേശികളാണ് തുർക്കിയിൽ അഭയം തേടിയത്. ഈ അഭയം തേടുന്നതിൽ ഒരു പങ്ക് ഹിസ്ബുള്ളയ്ക്കും കൂടി ഉണ്ട് എന്നതുകൊണ്ടാണ് നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ നസറുള്ളയുടെ പേര് പരാമർശിക്കാതെ വെറും ഒരു സ്റ്റേറ്റ്മെന്റ് തുർക്കി പ്രകടിപ്പിച്ചത്. കാരണം ഇങ്ങനെയൊക്കെ വളരെ കോംപ്ലക്സ് ആയ ഒരു പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ജൂലാനി അവിടെ ഭരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തുർക്കിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് അഹമ്മദ് ഷറാ ജൂലാനി ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറിയയിൽ എന്തൊക്കെ ആപത്തുണ്ടാവുന്നോ അതൊക്കെ തുർക്കിയിലും ബാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സിറിയയിലെ ഇസ്രായേലി അധിനിവേശങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിൽ തുർക്കി ജൂലാനിയെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറുന്ന നമുക്ക് കാണാം. മറ്റൊന്ന് PAയുടെ ഒരു അവസ്ഥയാണ്. ഇന്നലെ മഹ്മൂദ് അബ്ബാസ് PAയുടെ പ്രസിഡന്റായ അതായത് ഫലസ്തീൻ പ്രസിഡന്റ് എന്ന് സ്വയം വിളിക്കുന്ന, പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ലാത്ത ഈ മഹ്മൂദ് അബ്ബാസ് ഇന്നലെ ശുനകപുത്രന്മാർ സൺസ് ഓഫ് ഡോഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമാസിനെ തെറി വിളിച്ചത്. അവരുടെ ഈ ക്യാപ്റ്റീവിനെ തിരിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ സമാധാനം ഉണ്ടാക്കണമെന്ന തരത്തിലേക്ക് ഒരു വളരെ ക്രൂരമായ ഈ ഫലസ്തീനി റെസിസ്റ്റൻസിനെ അപഹസിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന പോലും നടത്തുന്ന തരത്തിലേക്ക് PA മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ
ഓസ്ലോ അക്കോർഡ്സുകൾ ഉണ്ടാക്കി. യാസർ അറഫാത്തിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെയാണ് യാസർ അറഫാത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുന്നത്. ഓസ്ലോ അക്കോർഡ്സ് 1993-ലും 95-ലും 2 അക്കോർഡ്സ് ഉണ്ടാവുന്നു. ഈ അക്കോർഡ്സിൻ്റെ ഫലമായി വെസ്റ്റ് ബാങ്കിൻ്റെ മുഴുവൻ നേതൃത്വം, അവിടുത്തെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഇസ്രായേലിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇസ്രായേൽ വിരുദ്ധമായ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഫത്തഹ് അവരെ പിടിച്ച് ഇസ്രായേലിന് കൊടുക്കണം എന്ന് പറയുന്ന തീരുമാനം പോലും ഉണ്ടാവുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഇസ്രായേലി വിരുദ്ധ നീക്കം ഫലസ്തീനിൽ വെസ്റ്റ് ബാങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇസ്രായേലി വിരുദ്ധ പോരാളികളെ പിടിച്ച് ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് പോലും PA ഫലസ്തീൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കിൽ മാറിയിരിക്കുന്നു. അവരാണ് ഇപ്പോൾ ഹമാസിനെ ഉപദേശിക്കാനും തെറിവിളിക്കാനും പോയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യപരമായ ഒരു സാഹചര്യം. മറ്റൊന്നാണ് തുർക്കിയുടെ നിലപാട്. തുർക്കിയുടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒട്ടോമൻ എംപയറിൽ നിന്ന് ചരിത്രം തുടങ്ങി കമാലിസ്റ്റ് ചരിത്രത്തിലേക്ക് വരുന്നു. 1924-ൽ മോഡേൺ തുർക്കിഷ് റിപ്പബ്ലിക് കമാൽ അത്താതുർക്ക് പ്രഖ്യാപിക്കുന്നു. കമാൽ അത്താതുർക്കിൻ്റെ ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ആധുനിക തുർക്കിയെ മോഡേണൈസ് ചെയ്യുക, അതുവഴി യൂറോപ്യൻ മെമ്പർഷിപ്പ് കിട്ടുക എന്ന ഒരു സ്വപ്നത്തിൻ്റെ പേരിലായിരുന്നു. നിങ്ങൾക്കറിയാമോ, 1924 മുതൽ 2025 വരെയും അവർക്ക് ഇതുവരെയും യൂറോപ്യൻ മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ മെമ്പർഷിപ്പ് കിട്ടുവാൻ വേണ്ടിയും കൂടാണ് കമാലിസ്റ്റ് ഭരണകൂടങ്ങൾ ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കുന്നത്. ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കുന്ന ആദ്യത്തെ ഒരു മുസ്ലിം ഭരണകൂടമാണ്, മുസ്ലിം രാജ്യമാണ് തുർക്കി. 1953 ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തുർക്കിയിൽ 50കളിൽ തുർക്കിയിലെ ആദ്യത്തെ ഒരു മുസ്ലിം നാട്ടിലെ ആദ്യത്തെ ഇസ്രായേൽ എംബസി കോൺസുലേറ്റ് രൂപപ്പെടുന്നത് തുർക്കിയിലാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമാലിസ്റ്റുകൾ എല്ലാ കാലത്തും ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചവരായിരുന്നില്ല. അതിന് പകരം ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ച അവരുടെ പല ഘട്ടങ്ങളിൽ ഫലസ്തീൻ അനുകൂല നിലപാട് ഉണ്ടായിരുന്നവർ കൂടിയിട്ടായിരുന്നു കമാലിസ്റ്റുകൾ പട്ടാള ഭരണാധികാരികൾ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ 1960കളുടെ അവസാനത്തോടു കൂടി തുർക്കിയിലുള്ള ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു. അവിടെ മില്ലി ഗോരുഷ് നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെന്റ് എന്ന പേരിൽ നജിബുദ്ദീൻ അർബക്കാന്റെ ഒരു രാഷ്ട്രീയ ധാര രൂപപ്പെടുന്നു. അത് കമാലിസ്റ്റ് വിരുദ്ധമായ, അമേരിക്കൻ വിരുദ്ധമായ, ഇസ്രായേൽ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ധാരയായിരുന്നു. ആ രാഷ്ട്രീയ ധാര പിന്നീട് ശക്തമാവുകയും പലതരം ഇലക്ഷൻ ജയിക്കുന്നെങ്കിൽ പോലും 1970കളിലും 60കളിൽ 70കളിൽ 81ൽ 97കളിൽ പല ഘട്ടങ്ങളിലായി ഈ നജിബുദ്ദീൻ അർബക്കാന്റെ രാഷ്ട്രീയ ധാരയെ ബാൻ ചെയ്യുന്നതും നമുക്ക് കാണാം. ഈ ബാൻ ചെയ്യുന്നതിൽ പോലും പലപ്പോഴും ഈ പറയുന്ന താല്പര്യങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം. 1995-ൽ വെൽഫെയർ പാർട്ടി, റഫ പാർട്ടി എന്ന പേരിൽ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന് ഇംഗ്ലീഷ് വിളിക്കുന്ന പാർട്ടി രൂപീകരിക്കുകയും ഇലക്ഷനിൽ പങ്കെടുക്കുകയും ഒരു ഒറ്റ പാർട്ടിയായി ഭൂരിപക്ഷം കിട്ടുകയും അങ്ങനെ നജിബുദ്ദീൻ അർബക്കാൻ 1995-ൽ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്യുന്നു. ഈ 95-ൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയാവുകയും ഫലസ്തീൻ അനുകൂല നിലപാട് ശക്തമാവുകയും വെസ്റ്റ് ബ്ലോക്ക്, അമേരിക്കൻ യൂറോപ്യൻ ബ്ലോക്കിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടാവണം പിന്നീട് പല ആഭ്യന്തര വിഷയങ്ങളും കാരണം 1997 2 വർഷത്തിനിടയിൽ അദ്ദേഹത്തിനെതിരെ പട്ടാള അട്ടിമറി സംഭവിക്കുകയും ആജീവനാന്തം രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ നിരോധിക്കുകയും ചെയ്യുന്ന നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായിയും ശിഷ്യനുമായിരുന്നു റജബ് തയ്യിബ് എർദോഗാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ തുർക്കി പ്രസിഡന്റ്. 2001-ൽ പാർട്ടി രൂപീകരിക്കുകയും ഇലക്ഷനിൽ പങ്കെടുക്കുകയും അന്നു മുതൽ ഇന്നു വരെ തുർക്കിയുടെ ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്നു. ഈ തുർക്കിയുടെ ഈ ഒരു വളർച്ച ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടിന് കാരണമാവുന്നു. പലപ്പോഴും അതിനു മുമ്പ് വരെയും പലവിധ ഡിപ്ലോമസിയുടെ നിലപാടുണ്ടായിരുന്ന തുർക്കിഷ് ഭരണകൂടം റെട്ടറിക്സുകളിൽ പരമാവധി, അതായത് അവരുടെ ഇസ്രായേൽ വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകൾ പരമാവധി കുറയ്ക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്തിരുന്നവരായിരുന്നുവെങ്കിൽ എർദോഗാൻ ശക്തമായ ആൻറ്റി ഇസ്രായേൽ റെട്ടറിക് സംസാരത്തിൽ, പ്രഭാഷണത്തിൽ, സ്റ്റേറ്റ്മെൻറ്റുകളിൽ നടത്തുന്ന ഒരു ഭരണാധികാരിയായി മാറി. അദ്ദേഹം ഇന്നുവരെയും അദ്ദേഹത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും, അത് തുർക്കിഷ് കോർപ്പറേഷൻ്റെ, സെൻട്രൽ ഏഷ്യൻ തുർക്കിഷ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലുള്ള തുർക്കിഷ് കോർപ്പറേഷൻ ആവട്ടെ, അല്ലെങ്കിൽ നാറ്റോ മീറ്റിങ്ങുകളിലാവട്ടെ, OACയിലാവട്ടെ,
അല്ലെങ്കിൽ യൂറോപ്യൻ വിവിധ കമ്മിറ്റികളിലാവട്ടെ, തുർക്കിഷ് ഡയാസ്പോറ അവരുടെ പ്രവാസികളുടെ ഗ്രൂപ്പുകളിലാവട്ടെ, എല്ലായിടത്തും ഇസ്രായേലി വിരുദ്ധ നിലപാട് രൂപീകരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ എർദോഗാന്റെ പ്രസ്താവനകൾക്കും നിലപാടുകൾക്കും നല്ല റോളുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ 2013 തുർക്കിയിൽ ഒരു വലിയൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. തുർക്കിയിൽ നിന്ന് ഗസൻ ഭാഗത്തേക്ക് പോയ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഷിപ്പിനെ ഇസ്രായേൽ വെടിവെക്കുകയും 7 തുർക്കിഷ് സിറ്റിസനെ വധിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പേരിൽ നെതന്യാഹുവിന് തുർക്കിയോട് മാപ്പ് പറയേണ്ട അവസ്ഥയുണ്ടായി. ആദ്യമായി ഒരു ഇസ്രായേലി പ്രധാനമന്ത്രി മാപ്പ് പറയുന്നത് ഒരു തുർക്കി ഭരണകാരിയോട്, അതായത് എർദോഗാനോടായിരുന്നു. എന്ന് മാത്രമല്ല, കോമ്പൻസേഷൻ കൊടുക്കേണ്ട വരുന്ന അവസ്ഥയുണ്ടായി. കുറച്ചു കാലത്തേക്ക് റഫ ബോർഡർ ഉയർത്തണമെന്ന് പറയുന്ന നിബന്ധന പാലിക്കേണ്ടി വന്നു. ഇത് നമുക്ക് തുർക്കിയുടെ ഇസ്രായേലി വിരുദ്ധ നിലപാടുകൾ വ്യക്തമായ ഒരു വിഷയം കൂടാണ്. ഞാൻ നേരത്തെ സിറിയൻ വിഷയത്തെ പരാമർശിച്ചിരുന്നു, അവിടെ നമുക്കിത് കാണുവാൻ കഴിയും. മറ്റൊന്ന്, 2-3 വർഷങ്ങൾ മുമ്പ് നടന്ന അസർബൈജാൻ അർമീനിയൻ യുദ്ധത്തിൽ തുർക്കി അസർബൈജാനോടൊപ്പം നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അവിടെ ഒരു ഐറണി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതായത് അസർബൈജാന്റെ മിത്രമാണ് ഇസ്രായേൽ. അസർബൈജാൻ തുർക്കിയുടെ കീഴിലുള്ള തുർക്കിഷ് കോർപ്പറേഷനിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രവും കൂടാണ്. അതുകൊണ്ട് തന്നെ ഒരേ കളത്തിൽ തുർക്കിയും ഇസ്രായേലും നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് അസർബൈജാൻ അർമീനിയൻ യുദ്ധത്തിൽ കാണാം. എന്നാൽ അവിടെ തുർക്കി ചെയ്ത പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് നിലപാട് എന്താന്ന് വെച്ചാൽ, തുർക്കി ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലി ബന്ധം കുറയ്ക്കാൻ പല സ്ട്രാറ്റജിക് തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. അതായത് അസർബൈജാൻ ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങുകയും ഇസ്രായേലിന് എണ്ണ നൽകുകയും ചെയ്യുന്ന ഒരു ഡീലിംഗ് ആണ് പ്രധാനമായും അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അതിന് പകരമായി തുർക്കി അസർബൈജാന് ആയുധം നൽകാമെന്നും ആ ബന്ധം കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് കാണാം. ആ ഒരു തരത്തിൽ ഇസ്രായേലിനെ അവിടെ കോർണർ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫലസ്തീനിലെ പലവിധ അവിടുത്തെ പോരാട്ട സംഘടനകളുടെ എല്ലാം സേഫ് ഹേവനായി തുർക്കി മാറുന്നു. അതിൻ്റെ കൂടെ തന്നെ പലവിധ സഹായങ്ങൾ അണ്ടർ ടേബിൾ, ഖാലിദ് മിഷേലിൻ്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും തുർക്കിയുടെ ഒരു പരോക്ഷമായ സഹായങ്ങളെ പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ ഗസയുടെ നേരെയുള്ള ഈ അറ്റാക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിരവധി തവണ ഹ്യൂമാനിറ്റേറിയൻ വർക്സുകൾ അവിടെ പോവുകയും അവരെ ശുശ്രൂഷയ്ക്കായി തിരിച്ച് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് തുർക്കി ഒരു നാറ്റോ മെമ്പർഷിപ്പ് ഉള്ള ഒരു സ്റ്റേറ്റും കൂടാണ്. ഒരു സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ആക്ടറും രണ്ടും രണ്ടാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി എന്നൊക്കെ പറയുന്നത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. അവർ സ്റ്റേറ്റ് അല്ല. അവർക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കാം. പക്ഷേ ഈ UNOയിൽ മെമ്പർഷിപ്പുള്ള, അതുപോലെ തന്നെ നാറ്റോ മെമ്പർഷിപ്പുള്ള ഒരു സ്വതന്ത്ര ഭരണകൂടം നേരിട്ട് യുദ്ധത്തിന് തയ്യാറാവുക എന്നത് അപ്രാപ്യമാണ്. അത് ശരിയായ നിലപാടല്ല. അതുകൊണ്ട് തന്നെയാണ് തുർക്കി പലപ്പോഴും ഡിപ്ലോമസിയിലൂടെയും പലവിധ ഇൻ്റർനാഷണൽ പ്രഷർ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇസ്രായേലിനെ അവിടുന്ന് കണ്ടെയ്ൻ ചെയ്യുവാനും കൺട്രോൾ ചെയ്യുവാനും ശ്രമിക്കുന്നത്. ഇപ്പോൾ അവസാനം സിറിയയിൽ നടന്ന മാറ്റത്തിൽ പോലും ഇസ്രായേലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന തരത്തിലേക്ക് നിലപാടെടുക്കുന്ന ഒരു സമീപനം ഇപ്പോൾ തുർക്കി സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ വിവിധ രാഷ്ട്രങ്ങളിലൂടെ ഈ ചുറ്റുപാടുമുള്ള ഈ രാഷ്ട്രങ്ങളെല്ലാം ഫലസ്തീനി വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു സമീപനങ്ങൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഗസയ്ക്കെതിരെയും വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അറ്റാക്കുകളെ ഇത്രയും രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ട് പോലും വളരെ ഒരു പ്രാക്ടിക്കലായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് വളരെ വേദനാജനകമായ ഒരു വസ്തുതയാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.